ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യം. പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. ഈശോ എല്ലാ കാര്യങ്ങളും ചെയ്തത് പിതാവ് ചെയ്യുന്നത് കണ്ടാണ് എന്ന് നമ്മളോട് പറഞ്ഞു തരിക. സ്നേഹമുള്ളവർ, ഈ ഒരു വചനം എൻ്റെ ദൈവം എനിക്ക് നൽകുമ്പോൾ എന്നെ പഠിപ്പിക്കുന്ന വലിയ ഒരു സത്യമുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ മറ്റുള്ളവരെ ഉപദേശിക്കാനായിട്ട് തയ്യാറാണ്. ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ കുറഞ്ഞു പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ മാതൃകയാണ്. എനിക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ എൻ്റെ വാക്കുകൊണ്ട് ഫലമില്ല എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ ഒരു പോരായ്മ ഇഷ്ടം പോലെ സംഭവിക്കുന്നുണ്ട്. വാക്കുകളിലൂടെ മറ്റുള്ളവരെ ഉപദേശിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ പ്രവൃത്തിയിൽ അത് കാണുന്നില്ല. ദൈവത്തെക്കുറിച്ച് ഞാൻ പ്രഘോഷിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് അനുയോജ്യമായ ജീവിതം, ദൈവം ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് എനിക്ക് സാധിക്കാതെ പോവുക വലിയൊരു പരാജയമാണ്. ഈ ഒരു പരാജയത്തിൽ നിന്ന് മാറാനായിട്ട് എൻ്റെ ദൈവം എന്നോട് ആഹ്വാനം ചെയ്യുക. നീ പറയുന്നത് പ്രവർത്തിക്കാനായിട്ട് പറ്റണം. എന്നാൽ മാത്രമേ നിന്റെ വാക്കിന് ദൈവസന്നിധിയിൽ വിലയുണ്ടാവത്തുള്ളൂ. നീ പറയുന്നത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിന്നെ ശ്രദ്ധിക്കും. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാം. നമ്മളായിരിക്കുന്നുമില്ല, എൻ്റെ കുടുംബത്തിലായിക്കൊള്ളട്ടെ, എൻ്റെ ജോലി മേഖലകളിൽ, എൻ്റെ പഠന മേഖലകളിൽ, നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ ഞാൻ ഈ ഒരു വിശ്വസ്തത പുലർത്തുന്നുണ്ടോ? ഞാൻ പറയുന്നൊരു കാര്യം എൻ്റെ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണോ, അതോ പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ സ്നേഹമുള്ളവരെ, മിണ്ടാതിരിക്കുക. ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഞാനത് പ്രവർത്തിക്കുക. അതുകൊണ്ട് ഓരോ കാര്യം നമ്മൾ പറയുമ്പോഴും ചിന്തിക്കണം, എനിക്കത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ തിരുമുൻപിൽ ദൈവം നോക്കുന്നത് എൻ്റെ വാക്കുകളിലേക്കല്ല, മറിച്ച് എൻ്റെ പ്രവൃത്തിയാണ്. ഞാൻ എത്രമാത്രം മറ്റുള്ളവർക്ക് നല്ല മാതൃക നൽകുന്നു എന്നുള്ളതാണ്. ഒരപ്പൻ എന്ന നിലയിൽ അപ്പൻ്റേതായ ഉത്തരവാദിത്വം പൂർണ്ണ വിശ്വസ്തയോടുകൂടി ഞാൻ നിർവഹിക്കുമ്പോഴാണ് ദൈവ തിരുമുൻപിൽ എനിക്ക് വിലയുണ്ടാവുന്നത്. എൻ്റെ മക്കള് എന്നെ കണ്ടു പഠിക്കുന്നത്. മാതൃക കൊടുക്കണം, വാക്കുകളിൽ ഒതുങ്ങി നിൽക്കരുത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ അതിൽ നിന്ന് മാറുവാനായിട്ട്, എൻ്റെ വാക്കുകൾ എൻ്റെ പ്രവൃത്തികളാകുവാനായിട്ട്, ആ പ്രവൃത്തി മറ്റുള്ളവർക്ക് നല്ല മാതൃക നൽകുന്ന, മറ്റുള്ളവരെ ദൈവസന്നിധിയിൽ നയിക്കുന്നതാകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.